തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, ദൈവദാസന്മാരെ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ തിരുവചന കേൾവിക്ക് വേണ്ടി നമ്മെ തന്നെ ഒരുക്കുകയാണല്ലോ. ഓരോ ദിവസവും ദൈവവചനം കേൾപ്പാൻ പരിശുദ്ധ ദൈവം നമുക്ക് തരുന്ന സുലഭ സന്ദർഭങ്ങൾക്ക് എത്ര സ്തുതിച്ചാലും മതി വരില്ല. അതുപോലെ കർത്താവ് നമ്മളെ ധൈര്യപ്പെടുത്തിയും ബലപ്പെടുത്തിയും അനുദിനം വചനം തന്ന് നമ്മെ ഉറപ്പിക്കുന്നതിന് ഞാൻ ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും എല്ലാം കരയേറ്റിക്കൊണ്ട് കർത്താവിൻ്റെ വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ നല്ല ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ഒരു ദൈവിക ദൂത് ആത്മീക ചിന്തയായി നിങ്ങളോട് പങ്കുവയ്ക്കാൻ എഗസ്കേൽ പ്രവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുകയാണ്. എഗസ്കേൽ പ്രവചനം 16-ാം അധ്യായം 8-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. എഗസ്കേൽ പ്രവചനം 16-ാം അധ്യായം 8-ാം വാക്യം. ഞാൻ നിൻ്റെ അരികെ കൂടി കടന്ന് നിന്നെ നോക്കിയപ്പോൾ നിനക്ക് സ്നേഹത്തിന് സമയമായി എന്ന് കണ്ടിട്ട് എൻ്റെ വസ്ത്രം നിൻ്റെ മേൽ വിരിച്ചു, നിൻ്റെ നഗ്നത മറച്ചു. ഞാൻ നിന്നോട് സത്യവും നിയമവും ചെയ്തു, നീ എനിക്കുള്ളവർ ആയിത്തീർന്നു എന്ന യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ലാസ്റ്റ് ഭാഗം ഒന്നോടെ ഞാൻ ആവർത്തിക്കുന്നു. ഞാൻ നിന്നോട് സത്യവും നിയമവും ചെയ്തു, നീ എനിക്കുള്ളവൾ ആയിത്തീർന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഇസ്രായേൽ മക്കളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ചരിതമാണ് 16-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നത്. ഇസ്രായേലിനെ കുറിച്ച് ദൈവമായ കർത്താവ് വിവിധ നിലവാരത്തിൽ പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തിട്ടുണ്ട്. അതിൽ ഇസ്രായേലിൻ്റെ ചരിത്രം, എങ്ങനെയാണ് ഇസ്രായേൽ തുടങ്ങിയത്, ഇസ്രായേലിനെ എങ്ങനെയാണ് ദൈവം വളർത്തിയത്, എവിടെ വെച്ചാണ് കണ്ടെത്തിയത്, ഇതൊക്കെ ആത്മീക ഭാഷ, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആലങ്കാരികമായ നിലവാരത്തിൽ പ്രവാചകനിലൂടെ പറയപ്പെട്ടിരിക്കുന്നൊരു അധ്യായമാണ് 16-ാം അധ്യായം. അതിൻ്റെ ഓരോ ഭാഗങ്ങളും ആ വിധത്തിൽ ചിന്തിച്ചാൽ ഏറ്റവും ശ്രേഷ്ഠവും ശ്രദ്ധേയവുമാണ്. അത് മുഴുവൻ ഇവിടെ വാക്യമിട്ട് നിരത്താനുള്ള സാവകാശം പതിവായി പറയുന്നത് പോലെ ഇന്നും ഞാൻ എടുക്കുന്നില്ല. എന്നാൽ നമ്മൾ ഈ വായിച്ച 8-ാം വാക്യം, ദൈവം ഇസ്രായേലിൻ്റെ സമീപ കൂടെ കടന്നുപോയപ്പോൾ ദൈവത്തിന് ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോൾ ദൈവം ദൈവത്തിൻ്റെ ആ വസ്ത്രം അവളുടെ മേൽ വിരിച്ചു, നഗ്നത മറച്ചു. ഇതിനൊക്കെ ആത്മീകാർത്ഥങ്ങളുണ്ട്. എന്നിട്ട് ദൈവം ഇസ്രായേലുമായിട്ടൊരു നിയമവും സത്യവും ചെയ്തു. ഇത് പഴയ നിയമ ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണ്. പക്ഷെ ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ, ഈ ഭാഗം ഇവിടെ വായിച്ച് മനസ്സിലാക്കുമ്പോൾ, ആരോടൊക്കെയോ ദൈവത്തിന് പറയാനുള്ള ദൈവീകമായിരിക്കുന്ന സത്യം ഇത്തരണത്തിൽ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഞാൻ നിന്നോട് നിയമവും സത്യവും ചെയ്തു, അങ്ങനെ നീ എനിക്കുള്ളവൾ ആയിത്തീർന്നു. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, ഈ ലഘു സന്ദേശത്തിലൂടെ തന്നെ വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേക പ്രയോഗമാണ് ആയിത്തീരുക എന്ന് പറയുന്നത്. ആയിത്തീരുക, ദൈവമക്കളായിത്തീരുക, ദൈവത്തിന് മന്ദിരം ആയിത്തീരുക, ദൈവത്തിന് കൊള്ളാവുന്നവർ ആയിത്തീരുക, ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് പാകമായിത്തീരുക. ഇങ്ങനെ ആയിത്തീരുക എന്നുള്ള വാക്ക് ബൈബിളിൽ ഒരുപാട് പ്രാവശ്യം കാണാൻ കഴിയുന്നു. നമ്മളാരും തികഞ്ഞവരായിട്ട് ഇങ്ങോട്ട് വന്നതല്ല. പിന്നെയോ വിവിധമായ നിലവാരത്തിൽ ദൈവമായ കർത്താവ് നമ്മെ ദൈവത്തിന് കൊള്ളാവുന്നവരാക്കി തീർക്കുക. ഇന്നും നമ്മെ ആക്കി തീർത്തുകൊണ്ടിരിക്കുക. ഏത് പ്രായത്തിലാണ്, എപ്പോഴാണ്, എവിടെ വെച്ചാണ് ഇങ്ങനെയൊക്കെ ഒരു ദൈവമായിട്ട് ഈ പറഞ്ഞ വാക്യം പോലെ ദൈവം ഒന്ന് കണ്ടുമുട്ടിയത്, ദൈവത്തിൻ്റെ കൃപയുടെ പുതപ്പ് നമ്മുടെ മേലിട്ടത്, നമ്മുടെ ആത്മീക നഗ്നത മറച്ചത്, നമ്മളോട് ദൈവമായ കർത്താവ് ഹൃദ്യമായിട്ട് ഇടപെട്ടത്, സത്യവും നിയമവും ചെയ്തത് എപ്പോഴാണ്? നമ്മുടെ ഹൃദയത്തിനകത്ത് നീ മറ്റാർക്കും ഉള്ളവളല്ല, മറ്റാർക്കും ഉള്ളവനല്ല, നീ എനിക്കുള്ളവൻ തന്നെയാണെന്ന് എപ്പോഴാണ് നമുക്ക് ഉറപ്പ് തന്നത്? അങ്ങനൊരു ഉറപ്പ് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അതെയോ ഞാനും ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ആ രീതിയിലൊക്കെ വളർത്തി, ബൈബിള് മേടിച്ച് കയ്യിൽ തന്നു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വായിക്കും, പ്രാർത്ഥിക്കും, പള്ളിയിൽ പോകും, അല്ലെങ്കിൽ പാട്ട് പാടും, പ്രാർത്ഥിക്കുന്നവരുടെ അടുക്ക പോകും, എന്നെപ്പോലെ ഏതൊക്കെ ഉപദേശിമാരൊക്കെ ആയിട്ട് അടുപ്പവും പരിചയമുണ്ട് എന്നൊരു ബന്ധത്തിൽ മാത്രം പോവുകയാണോ? അതെയോ ഞാനീ പറയുന്നത് ഇച്ചിരി ഗൗരവമായിട്ട് ചിന്തിക്കാമോ നിങ്ങൾക്ക്? നിങ്ങളും ദൈവമായിട്ട് എപ്പോഴെങ്കിലും സർവശക്തൻ നിങ്ങളോട് നീ എനിക്കുള്ളവൾ, നീ എനിക്കുള്ളവൻ തന്നെ എന്നെപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
ഇതൊരു വലിയ കാര്യമാണ് കേട്ടോ. ഓണർഷിപ്പ് എന്ന് പറയുന്നൊരു പ്രയോഗം ഈ വാക്യത്തിൽ ഉപയോഗിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ആരുടെ വകയാണ് എന്നതൊരു വലിയ കാര്യമാണ്. ആരുടെ വകയാണ്? ഈ വാക്യത്തിൽ ദൈവം പറയുന്നു, നീ എൻ്റെ വകയാണ്, എനിക്കുള്ളവളാണ്, എനിക്കുള്ളവനാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാം ദൈവത്തിനുള്ളതാണ് എന്ന് നമ്മുടെ അപ്പനല്ല, നമ്മുടെ അമ്മയല്ല പറയേണ്ടത്, ഒരു പ്രവാചകനല്ല പറയേണ്ടത്. ഈ വാക്യം വെച്ച് നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയെ ബോധ്യപ്പെടുത്ത്. സാക്ഷാൽ ദൈവം അവരവർക്ക് ബോധ്യം തരും. നമ്മുടെ പിള്ളേരോടൊക്കെ നമ്മൾ പറയുകയാണ്, എടാ നീ എൻ്റെ വയറ്റിൽ കിടന്നപ്പോഴേ ഞാൻ നിന്നെ ദൈവത്തിന് കൊടുത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചെറുക്കം പറയാം, അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലെന്ന് പറഞ്ഞാൽ എത്രയോ പിള്ളേരുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷേ ഈ വാക്യത്തിൻ്റെ ഭംഗിയായ രൂപരേഖ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുതരിക. ഇവിടെ ആരോടാ പറഞ്ഞത്? അമ്മച്ചിയല്ല പറഞ്ഞത്, വല്യമ്മച്ചിയല്ല പറഞ്ഞത്, വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചൊരു പ്രവാചകനുമല്ല പറഞ്ഞത്, നിന്നെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകനല്ല പറഞ്ഞത്, നിൻ്റെ പാട്ടും നിൻ്റെ കണ്ണീരൊക്കെ കണ്ടപ്പോൾ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച ഒരു പ്രായമുള്ള അപ്പച്ചനല്ല പറഞ്ഞത്. പിന്നെയോ സാക്ഷാൽ ദൈവമായവൻ. അയ്യോ, ദൈവം അങ്ങനെ പറയുമോ? പറയും ബ്രദറെ, പറയും സിസ്റ്ററെ. എൻ്റെ ചോദ്യം നിങ്ങളോട് എപ്പോഴെങ്കിലും നിങ്ങളുടെ കഷ്ടതയുടെ നടുവിലായിരിക്കാം, സങ്കടത്തിന് നടുവിലായിരിക്കാം, എല്ലാവരും കൂടി കുറ്റം പറഞ്ഞ് ഒറ്റപ്പെടുത്തി. ഇപ്പം ഈ പശ്ചാത്തലം 16-ാം അധ്യായം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് വായിച്ചു നോക്ക്. ജനിച്ചിട്ട് ഒരു തുണി പോലും ശരീരത്തിൽ ഇട്ട് കൊടുക്കാനില്ലാതെ, കുളിപ്പിക്കാതെ, ഉപ്പ് തേക്കാതെ, അങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ വഴിയോരത്ത് ആരോ കളഞ്ഞിട്ട് പോയതുപോലെ, ആരൊക്കെയോ കടിച്ചു തുപ്പി കളഞ്ഞതുപോലെ കളഞ്ഞിട്ട് പോയ സ്ഥാനത്ത്, ഇനി എന്തിനാ ജീവിക്കുന്നത് എന്ന് തോന്നിയ സ്ഥാനത്ത് എൻ്റെ ദൈവം അടുത്ത് വന്നിട്ട് പറഞ്ഞു, അവർക്കാർക്ക് നിന്നെ വേണ്ടെങ്കിൽ നീ എനിക്കുള്ളവൻ തന്നെ. അങ്ങനെയല്ലേ ഈ പശ്ചാത്തലം? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എപ്പോഴെങ്കിലും ദൈവം നിങ്ങളോടിത് പറഞ്ഞിട്ടായിട്ട് നിങ്ങൾക്ക് മനസാക്ഷിക്ക് ബോധ്യമുണ്ടോ? ഒരുത്തൻ രക്ഷിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് എന്താ? ഒരു മതചടങ്ങ് നിർവഹിക്കുന്നതല്ല. ദൈവം നമ്മളോടും നാം ദൈവത്തോടും ഒരു സത്യ ഉടമ്പടി ചെയ്യുക. എന്താ ഉടമ്പടി? ഞാനിനി വേറെ ആർക്കും ഉള്ളതല്ല, ഈ ലോകത്തിനോ ലോകശക്തികൾക്കോ ഇവിടുത്തെ രക്തബന്ധങ്ങൾക്കോ, ആ ബന്ധങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ് കേട്ടോ. പക്ഷെ ഞാനിനി എൻ്റെ ദൈവത്തിനുള്ളതാണ്. ദൈവം നിന്നോട് പറയുക, ഞാൻ നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല, നീ എനിക്കുള്ളവനാണ്, എനിക്കുള്ളവളാണ് എന്ന് പറയുന്ന ഒരു ദിവസം മനുഷ്യായുസ്സിൽ, ആത്മീക ജീവിതത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആ ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ ഒന്നുകൂടെ പ്രാർത്ഥിക്കുക. കർത്താവ് ആ കാര്യം നിങ്ങൾക്ക് കൺഫർമേഷൻ, അതിൻ്റെ മേക്ക് ഷുവർ നിങ്ങൾക്ക് ഉറപ്പിച്ചു തരും. ഇനി ഞാൻ പറഞ്ഞു നിർത്താൻ ശ്രമിക്കാം. നമ്മൾ ആരുടേതാണ് എന്നത് ഒരു വലിയ ഘടകമാണ്. ഞാൻ ആദ്യം പറഞ്ഞൊരു വാക്ക് ഓണർഷിപ്പ്. എൻ്റെ ദൈവത്തിൻ്റേതാണ് ഞാനെങ്കിൽ ദൈവത്തിന് എൻ്റെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഉണ്ടാവില്ലേ? നിങ്ങൾക്കൊരു വണ്ടി ഉണ്ടെന്നിരിക്കട്ടെ, നിങ്ങളുടെ പേരിലാണ് ആ വണ്ടി. നിങ്ങളുടെ പേരിലാണ് ആ വണ്ടിയെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ സൂക്ഷിക്കും. കാരണം ആ വണ്ടിക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ, ഇൻഷുറൻസ് തീർന്നോ, അതിനകത്ത് ആരെങ്കിലും ആ വണ്ടിക്കകത്ത് കൊണ്ടു നടക്കാൻ പാടില്ലാത്ത ഏതെങ്കിലും, അതായത് വലിയ മയക്കുമരുന്നോ കള്ളോ ഒക്കെ കൊണ്ടു നടന്ന പിടിച്ച പ്രശ്നമല്ലേ? ആർക്കാ? ആരുടെ പേരിലാണോ ആ കക്ഷിക്കല്ലേ ഉത്തരവാദിത്വം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ വകയാണെങ്കിൽ സർവശക്തൻ സർവജ്ഞാനിയായവൻ നിങ്ങളെ അതുപോലെ കരുതാതിരിക്കുമോ, സൂക്ഷിക്കാതിരിക്കുമോ? അതുകൊണ്ട് ഉറപ്പ് വരുത്തേണ്ടത് പിശാചും സാത്താനും ഒക്കെ നിങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചോ എന്നുള്ളതല്ല. ഞാൻ ആരുടെ വകയാണ്? ഞാൻ എൻ്റെ ദൈവത്തിൻ്റേതാണ്. നീ എനിക്കുള്ളവൻ, നീ എനിക്കുള്ളവൾ. ഇത് ഈ ഭാഗത്ത് മാത്രമൊന്നുമല്ല കേട്ടോ. വേദപുസ്തകത്തിൻ്റെ പല ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, പലരെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതെല്ലാം കൂടി വിശദീകരിപ്പാൻ ഞാൻ സമയമെടുക്കുന്നില്ല. ഇത്രയും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഉറപ്പ് ഉടയതമ്പുരാൻ സർവശക്തൻ എനിക്കും നിങ്ങൾക്കും വാക്ക് തരുന്നതാണ്. മോനെ, നീ ജനിച്ചത് കൊച്ചു വീട്ടിലാണെങ്കിലും, മോളെ നീ വന്നു കയറിയത് കഷ്ടങ്ങൾ നിറഞ്ഞ, നിന്നെ അംഗീകരിക്കാത്ത, നിൻ്റെ വിശ്വാസത്തിന് ഒരു അംഗീകാരം തരാത്തൊരു സ്ഥലത്താണെങ്കിലും നീ എനിക്കുള്ളവളാണ്, നീ എനിക്കുള്ളവനാണ് എന്ന് സ്വർഗത്തിലെ ദൈവം പറഞ്ഞാൽ നിങ്ങൾക്ക് ഗ്യാരണ്ടിയായി. ബാക്കി ദൈവം നോക്കിക്കോളും.
ഈ ഒരു ഉറപ്പിൽ ജീവിക്കുക. ഇതാ ക്രിസ്തീയ ജീവിതം കേട്ടോ. ഈ ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടാകട്ടെ. ഞാൻ നിങ്ങളിൽ ആരോടോ വളരെ സ്പഷ്ടമായി പറയുന്നു, നീ ദൈവത്തിനുള്ളവൾ തന്നെയാ, നീ ദൈവത്തിനുള്ളവൻ തന്നെയാ. നിന്നെ ഒരു വഴിക്കും ദൈവം വിടിയേല. നിന്നെ രക്ഷിച്ചത് ദൈവമാ, നിന്നെ കണ്ടത് ദൈവമാ, കരുതിയത് ദൈവമാ. ആ ദൈവം ഏതൊക്കെയോ വിധത്തിൽ ഉപയോഗിക്കാൻ കണ്ടുവച്ചിരിക്കുക. അതിനു വേണ്ടി ദൈവസന്നിധിയിൽ പ്രതീക്ഷിച്ചോ പ്രാർത്ഥിച്ചോ ബാക്കി ദൈവം ചെയ്യും. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദൂതിനായി സ്തോത്രം. വേദപുസ്തകത്തിലെ ഏറ്റവും സുന്ദരമായ ഉറപ്പ് അഖിലാണ്ട സൃഷ്ടാവായ ദൈവം മൺപൊടിയായ മനുഷ്യനോട് പറയുന്നു, നീ എനിക്കുള്ളവനാണ്, നീ എനിക്കുള്ളവളാണ്. നാഥ, ഈ വാക്ക് കേട്ട് ഉറപ്പോടെ മുന്നോട്ട് പോകാൻ ദൈവം ചിലരെ ഒരുക്കണം. ആ ഉറപ്പിൽ ശക്തിപ്പെടാനിടയാകണം. എന്നെ കേട്ട, ഈ വചനം കേട്ട, ഈ സന്ദേശം കേട്ട ഒട്ടുമിക്കവാറും ആളുകൾക്ക് ഉറപ്പ് കൊടുക്കണം. ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.